ശബരിമല ശ്രീകോവിലിനുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണ് എന്ന് ഗുരുവായൂർ സ്വദേശിയ ശില്പി നന്ദകുമാർ ഇളവള്ളി ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വാതിൽ നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇപ്പോഴത്തെ വിവാദമുണ്ടായതിന് 4 ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുവെന്നും വാതിലിനടിയിൽ ചെമ്പ് പാളി വെച്ചിരുന്നു എന്ന് തിരക്കിയെന്നും നന്ദകുമാർ പറഞ്ഞ പ്രതികരണം കൂടി. വാതില് മരം എടുത്തത് തൃശ്ശൂരിൽ നിന്ന് ചൊവ്വൂരുള്ള ജോൺസന്റെ കടയിൽ നിന്നാണ്. പിന്നെ അത് നിർമ്മിച്ചത് ബാംഗ്ലൂർ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് നിർമ്മിക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് അവിടെ വെച്ച് പണി ചെയ്തത്, മരത്തിൻ്റെ പണികൾ. ഞാൻ സ്വർണ്ണ വാതിലേ ചെയ്തിട്ടുള്ളൂ, ദ്വാരപാലക ശില്പം എൻ്റെ ഇതിൽ പെട്ടതല്ല. ഞങ്ങൾ മരത്തിൻ്റെ പണി ചെയ്തതിന് ശേഷം അവർ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ മുകളിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെമ്പിൻ്റെ മുകളിൽ ചെയ്ത് ഹൈദരാബാദിലാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ സ്വർണ്ണം പൂശിയത് എവിടെ വെച്ചിട്ടാന്ന് എനിക്കറിയില്ല. പിന്നെ സ്വർണ്ണ ഡോറ് ആഘോഷമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കോട്ടയത്തുള്ള ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് ചെയ്തത്, ഞങ്ങളെ അവിടെ ആദരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജയറാം മുഖ്യാതിഥി ആയിരുന്നു, പിന്നെ പത്മകുമാർ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏതൊക്കെ MP-മാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കർണാടകയിൽ നിന്നൊക്കെ, പിന്നെ സ്പോൺസർമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ദ്വാരപാലക ശില്പത്തിൻ്റെ ഒരു 4 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിലിൻ്റെ അടിയിൽ എലി കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെമ്പിൻ്റെ ഒരു പാളിയേറ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ആൾ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇതാണ് ഭാഗം, ഇത് ആരാ ചെയ്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് നമ്മളല്ല, നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഡോറായിട്ട് ബന്ധമില്ല. ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് അന്ന് ആളുകളൊക്കെ കാത്തിരുന്നു അവിടെ. അത് എന്താ പറയുക, ആഘോഷപുരം കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അത് അന്ന് അവിടെ വെച്ച് ബ്ലോക്കായിട്ടുണ്ട് ആ സംഭവം. വാതിൻ്റെ പോറ്റിയാണ് ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ബാംഗ്ലൂർ ജലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേശാന്തി അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിക്കണത്. ഞാനിത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആളുടെ കെയർ ഓഫിൽ ഡോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വർണ്ണവാതിൽ. നിരവധി ദുരൂഹതകൾ അവശേഷിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, സ്വർണ്ണവാതിലും ആയി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ എന്തൊക്കെയാണ് നടന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പലയിടത്തും പ്രദർശനം നടന്നു, അതിൽ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഉയരുന്നത്.